Hi all, welcome to I+. ഞാൻ അക്ഷര. ക്വസ്റ്റ്യൻസ് നമുക്ക് പൊതുവേ നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ ചോദിക്കാറുണ്ട്. EVS എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ് എളുപ്പമാണ് എന്ന് വിചാരിക്കുമെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാം. കൃത്യമായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ EVS ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതും പെഡഗോജി ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ടിക്കറ്റ് എക്സാമിനേഷൻ സീരിയൽ എക്സാമിനേഷനും ഒക്കെ ചോദിക്കുന്ന EVS ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഒരു 5 എണ്ണം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. EVS at primary level is recommended to be transacted in an integrated approach. The most appropriate reason are. അപ്പോൾ നമ്മൾ പ്രൈമറി ലെവലിൽ EVS എപ്പോഴും എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള കാരണം എന്താണ്? EVS draws issues from subjects like science, social science and environmental education. It helps in developing holistic understanding. It helps to reduce burden of students and teachers. It is convenient to teach integrated EVS. അപ്പോൾ എന്താണ് EVS എന്ന് പറയുമ്പോഴത്തേക്ക് EVS പല സബ്ജക്റ്റുകളിൽ നിന്ന്, സയൻസിൽ നിന്ന്, സോഷ്യൽ സയൻസിൽ നിന്ന്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ നിന്നും ഒക്കെ എന്താണ് ഇഷ്യൂസിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത എന്താണ് ഡെവലപ്പിംഗ് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഹെൽപ് ടു റെഡ്യൂസ് ബർഡൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ടീച്ചറിനും കുട്ടിക്കും എന്താണ് ബർഡൻ കുറയ്ക്കാനായിട്ടാണ്. ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു ടീച്ച് ഇൻ്റഗ്രേറ്റഡ് EVS, ഇൻ്റഗ്രേറ്റഡ് EVS പഠിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ വരിക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു ഉത്തരം കിട്ടിയല്ലേ. പക്ഷേ നമ്മുടെ ചോദ്യം ഒന്ന് നോക്കിക്കേ, ഈ ഒരു പാറ്റേണിലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓക്കെ ഓരോ ഉത്തരം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പോൾ 2 എണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നോക്കാം. നമുക്ക് പല രീതിയിൽ ചെയ്യാം അല്ലേ. എന്ത് ചെയ്യാം? ഒന്നെങ്കിലും നമുക്ക് കറക്റ്റ് ഉത്തരങ്ങൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എലിമിനേഷൻ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ബർഡൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിക്കും ടീച്ചറിനും ബർഡൻ കുറയ്ക്കാനായിട്ട് EVS പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ വെച്ചുള്ളത് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്താണ് 2 ഓപ്ഷൻസ് പോയി കഴിഞ്ഞു അല്ലേ. C ആൻഡ് D, B ആൻഡ് C പോയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബാക്കി നിൽക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? A ആൻഡ് B, A ആൻഡ് D, ഇതിലേതും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ A ഉണ്ടെന്ന് ഓൾറെഡി നമുക്ക് എന്താണ് അറിയാമല്ലേ. A ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ സയൻസ്, സോഷ്യൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അതെല്ലാം എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു എന്ന് ആദ്യമേ നമുക്ക് കിട്ടി. ഇനി ഓപ്ഷൻ B ആണോ D ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് നോക്കി ഈ 2 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് EVS പഠിപ്പിക്കാൻ എളുപ്പമാണ് ഒരു ഓപ്ഷനാണ്. ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരുന്നു? മൊത്തത്തിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നു. അവിടെ നിന്ന് ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ വരിക? A ആൻഡ് B ആണ് നമുക്കവിടെ കറക്റ്റായിട്ട് ആൻസർ വരിക. അടുത്ത ചോദ്യം. As an EVS teacher, you wish students to be aware of their own safety around adults so that they can take care of themselves and do not fall prey to sexual harassment. Which step you think is most appropriate? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈയിടെയായിട്ട് ചോദ്യപേപ്പറുകളിൽ എന്താണ് പുതുതായിട്ട് ഉൾപ്പെട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണല്ലേ ഇത്. അപ്പോൾ നമുക്കറിയാം കുട്ടികൾ അവരുടെ സേഫ്റ്റിയെക്കുറിച്ച് അവർ അവെയർ ആകേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് സ്വയം അവരെ കെയർ ചെയ്യാൻ അവർക്ക് സ്വയം സാധിക്കണം. ഒരിക്കലും എന്താണ് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഒന്നും ഇരയാകാനായിട്ട് അവർ പാടില്ല. അപ്പോൾ അതിന് വേണ്ട കൃത്യമായ വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം നമ്മൾ EVS ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും EVS നമ്മൾ പ്രൈമറി ലെവലിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ പ്രായം നമ്മൾക്കറിയാം. ആ പ്രായത്തിനനുസരിച്ച് കൊണ്ട് കുട്ടികൾക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ടീച്ച് ദം അബൌട്ട് പോക്സോ ആക്ട് 2012. Teach them to avoid strangers. Hold workshops about good touch and bad touch. Hold self-defense workshop for girls students. അപ്പോൾ നോക്കിക്കേ, നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് എല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നും. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടും അപ്പോൾ അവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണ്? കുട്ടിയുടെ പ്രായം. ഇപ്പോൾ EVS എന്ന് പറയുമ്പോൾ അത് പ്രൈമറി ലെവൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരോട് ചെന്നിട്ട് നമ്മൾ പോക്സ് ആക്ട് 2012 അപ്പോൾ എന്താണ് കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു ഹരാസ്മെൻറ്റും ഒക്കെ തടയാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്
പോക്സോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, 2012 ഇത്ര നിയമം വന്നു, ഈ നിയമത്തിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത ടീച്ച് ദം ടു അവോയ്ഡ് സ്ട്രേഞ്ചേഴ്സിനെ എന്താണ് അവോയ്ഡ് ചെയ്യണം. ഇത് നമ്മൾ വെറുതെ ടീച്ച് ചെയ്താൽ അവിടെ പൂർണ്ണമായിട്ടും എന്താണ് അതിനൊരു അർത്ഥം വരണമെന്നില്ല. അതേപോലെ എന്താണ് സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ്, പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ് നടത്താം. എന്ന് വെച്ചാൽ എന്താണ് സ്വയം പ്രതിരോധിക്കാനായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്താം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും എന്താണ് ഇത്തരം സെക്ഷൽ ഹരാസ്മെൻറ്റിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട ഒന്നല്ല, എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എന്താണ് ഹോൾ വർക്ക്ഷോപ്സ് അബൌട്ട് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഏറ്റവും ബേസിക്കായിട്ട് പ്രൈമറി ലെവലിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. ബാഡ് ആയിട്ടുള്ള ടച്ച് വന്നാൽ തന്നെ അപ്പോൾ പ്രതികരിക്കാൻ എന്ത് ചെയ്യണം, കുട്ടിക്ക് അറിയണം അല്ലേ. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ കുട്ടി ഒരു ഡിലമയിലോട്ട് കൺഫ്യൂഷനിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. എന്താണ് ഗുഡ് ടച്ച് എന്നും എന്താണ് ബാഡ് ടച്ച് എന്നും കുട്ടിക്ക് മനസ്സിലാവുകയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുമ്പോൾ എന്താണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോശം സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഒരു ബാഡ് ടച്ച് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ പ്രതികരിക്കണം എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്ത ചോദ്യം, Roshni, an EVS teacher, displays a data chart for how many seeds out of 20 seeds each of mustard, green gram, Bengal gram and chili seeds germinated. She asked students to explain why variation in the germination rates of different seeds occur. She wants to assess the skill of experiment, prediction, drawing inference, investigation. അപ്പം നമ്മൾ നോക്കിക്കുകയും ഇവിടെ നമുക്ക് ഒരു EVS ടീച്ചർ എന്താണ് ചാർട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ചാർട്ടിൽ എന്താ പറഞ്ഞേക്കുന്ന സീഡ്സ് ഔട്ട് ഓഫ് 20 സീഡ്സ് ഈച്ച് ഓഫ്. അപ്പോൾ എന്താണ് മസ്റ്റാർഡ് സീഡ് ഉണ്ട്, ഗ്രീൻ ഗ്രാം ഉണ്ട്, ബംഗാൾ ഗ്രാം ഉണ്ട്, ചില്ലി സീഡ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം ജെർമിനേഷൻ നടക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ ഒരു ടൈം നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ജെർമിനേഷൻ റേറ്റ് ഓഫ് ഡിഫറെൻറ്റ് സീഡ്സ് ഒക്കെ നമുക്ക് വേരിയേഷൻ കാണാൻ കഴിയും അല്ലേ. ഇപ്പോൾ ഒന്നിച്ചല്ലല്ലോ ഈ 4 കൂട്ടം സീഡും ജെർമിനേറ്റ് ചെയ്യുന്ന അല്ല. അപ്പോൾ എന്താണ് 4 സമയത്താണ്. അപ്പോൾ ഇതിലെ എന്ത് കാര്യമാണ്, ഷി വോണ്ട് ടു അസസ് ദ സ്കിൽ ഓഫ് എന്ത് സ്കില്ലാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ആണോ, പ്രിഡിക്ഷൻ ആണോ, ഡ്രോയിങ് ഇൻഫറൻസ് ആണോ, ഇൻവെസ്റ്റിഗേഷൻ ആണോ, എന്താണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ ഓൾറെഡി കുട്ടിക്ക് മുമ്പിൽ എന്ത് ചെയ്തു, ഡാറ്റ കൊടുത്തു. അപ്പോൾ ആ ഡാറ്റയിൽ പറയുന്ന എന്താണ്, ഈ പറയുന്ന പോലെ പല ടൈപ്പ് സീഡുകളുടെ കാര്യമാണ്, ജെർമിനേറ്റ് ചെയ്യുന്ന പല ടൈമാണ്, അത് വേരിയ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കൊടുത്തു കഴിയുമ്പോൾ കുട്ടി ഇവിടെ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, പ്രിഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് എപ്പോൾ ജെർമിനേറ്റ് ചെയ്യും എന്ന് പ്രിഡിക്റ്റ് ചെയ്യേണ്ട, ഓൾറെഡി ജെർമിനേറ്റ് ചെയ്തു, അതിൻ്റെ ടൈം മനസ്സിലാക്കി. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല, ഓൾറെഡി കാര്യങ്ങളെല്ലാം എന്താണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നത്, ഡ്രോയിങ് ഇൻഫറൻസ് കിട്ടിയ ആ ഒരു റിസൾട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇൻഫറൻസ് കണ്ടെത്തുക. അതാണ് അവിടെ കുട്ടി ചെയ്തത്. അടുത്ത ചോദ്യം, select the maximum number of suitable tools of assessment to assess process skills in EVS. EVSലെ പ്രോസസ് സ്കിൽസ് അളക്കാനായിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ എന്താണ് സ്യൂട്ടബിൾ ടൂളുകൾ, ഇതിൽ ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് എത്ര സ്യൂട്ടബിൾ ടൂൾസ് ഇവിടെ വരുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് ഡയറി, പ്രൊജക്ട് വർക്ക്, ഡ്രോയിങ് ഡയഗ്രാംസ്, പിക്ചർ റീഡിങ്. അപ്പം നമുക്ക് എന്താണ് സബ്ജക്റ്റ് എന്താണ് EVS ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അസസ് പ്രോസസ് സ്കില്ല് അസസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡാണ്. കൂടുതലൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ കഴിയുന്ന ഓപ്ഷൻ, ടീച്ചേഴ്സ് ഡയറി. ടീച്ചറിൻ്റെ ഡയറി കൊണ്ടുവന്നിട്ട് കുട്ടിയുടെ പ്രോസസ് സ്കിൽ അളക്കുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമാണോ അല്ല. അപ്പോൾ ടീച്ചറിൻ്റെ ഡയറി ഒരിക്കലും അവിടെ എന്താണ് ഒരു സ്യൂട്ടബിൾ ടൂൾ ഓഫ് അസസ്മെൻറ്റ് അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഉള്ളതൊന്ന് എലിമിനേറ്റ് ചെയ്യാം. ഒരെണ്ണം പോയി, അടുത്തേയും പോയി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഉത്തരം വന്നു കഴിഞ്ഞു. ബി, സി ആൻഡ് ഡി. പ്രൊജക്റ്റ് വർക്കുകൾ ആവശ്യമാണ്, ഡ്രോയിങ് ഡയഗ്രാംസ് ആവശ്യമാണ്, പിക്ചർ റീഡിങ് ആവശ്യമാണ്, ടീച്ചേഴ്സ് ഡയറി ആവശ്യമില്ല. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ചിലതൊക്കെ ഉണ്ടല്ലോ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട അല്ലെ ചില ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാനായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് വേണം നമ്മൾ കുറച്ചധികം സമയം വേണ്ട ചോദ്യങ്ങൾക്കുള്ള സമയം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തി വെക്കേണ്ടത്. ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഇവിടെ നമ്മൾ ലാഭിക്കുകയില്ലേ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ചെയ്ത് പഠിക്കുക.
അതിന് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കൊരു ട്രാക്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യന് പെട്ടെന്ന് ആൻസർ കണ്ടെത്തി പോവുക എന്നുള്ള ആ ഒരു ട്രാക്കിലൂടെ നമ്മൾ എത്തത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, record how the seeds germinated into saplings from day 1 to day 10. Rita gave this task to her students before teaching the lesson on germination. She is trying to assess her students' ability to. അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ജെർമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് ഓൾറെഡി ആ ജെർമിനേറ്റ് ചെയ്ത് എടുക്കാൻ വരാനുള്ള സമയത്തെക്കുറിച്ച് അവിടെ എന്താ ഇൻഫറൻസ് ഡ്രോ ചെയ്തതാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു കേസ് എന്താണെന്ന് നോക്കിക്കുകയും day 1 മുതൽ day 10 വരെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ജെർമിനേറ്റ് ഇൻ ടു സാപ്ലിംഗ്, സീഡ് ജെർമിനേറ്റ് ചെയ്ത സാപ്ലിംഗ് ആവുന്ന day 1 മുതൽ day 10 വരെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ ടാസ്ക് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഏത് എബിലിറ്റിയാണ് ടീച്ചർ അസസ് ചെയ്യാനായിട്ട് പോകുന്നത്. Draw and represent, predict how germinating seeds would look like, observe and record, infer from the given activity. അപ്പോൾ നോക്കിക്കേ, ഡ്രോ ആൻഡ് റെപ്രസെൻറ്റ്, പടം വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല. predict how germinating seeds would like ഒരിക്കലും പറഞ്ഞില്ല. ഇത് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ഇരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇൻഫർ ഫ്രം ദ ഗീവൺ ആക്ടിവിറ്റി, ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻഫറൻസ് കണ്ടെത്താൻ നമ്മളത് കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു അല്ലേ, ഇൻഫറൻസ് എങ്ങനെയാണ് വന്നതെന്ന്. അവിടെ ഓൾറെഡി എന്താണ് ഡാറ്റ കൊടുത്തു, ആ ഒരു ചാർട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻഫറൻസ് കണ്ടെത്താം. ഇവിടെ എന്താ നമുക്ക് ആപ്റ്റായിട്ട് വരിക? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേണിൽ തന്നെ ഈ ഒരു രീതിയിൽ കണ്ടോ, A and B, B and C, B C and D, A B and C എന്ന് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്ന എല്ലാ ഗ്രൂപ്പിനെയും നമുക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒത്തുവരാത്ത കാര്യത്തെ മാത്രം നമ്മളങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, A and B, B and C, B C and D, A B and C എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, ഡ്രോ ആൻഡ് റെപ്രസെൻറ്റ്, പടം വരയ്ക്കാൻ പറഞ്ഞിട്ടേയില്ല. ബാക്കിയെല്ലാം എന്താണ്, സീഡ്സ് എങ്ങനെ വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, ചോദ്യം ചോദിച്ചേക്കുന്ന രീതി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനാണോ കൂട്ടത്തിൽ ചേരുന്ന ഏതൊക്കെയാണോ എന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കയറി മാർക്ക് ചെയ്യല്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഉൾപ്പെടുത്താമല്ലോ. ദെൻ എന്താണ്, ഒബ്സർവ് ആൻഡ് റെക്കോർഡ് തീർച്ചയായിട്ടും വരുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇൻഫർ ഫ്രം ദ ഗീവൺ ആക്ടിവിറ്റി വേണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ആ ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ ഭാഗമായിട്ട് അതിനെയും കൊണ്ടുവരാം. പടം വരയ്ക്കാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.